എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസൈക്ലിംഗ്, വാട്ടർ ട്രീറ്റ്മെന്റ് വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു വലിയ അവസരം തുറന്നുകൊടുത്തു. മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പദ്ധതിയായ മിഷൻ അമൃത് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ത്യയിലെ നഗര ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനുള്ള അടിത്തറ പാകിക്കൊണ്ട് 10,000 കോടി രൂപയുടെ ശുചിത്വ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് മിഷൻ അമൃതിന്റെ ഭാഗമായി വിവിധ നഗരങ്ങളിൽ മലിനജല സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കും. അത് നമാമി ഗംഗ ആയാലും മാലിന്യത്തിൽ നിന്ന് ബയോഗ്യാസ് നിർമ്മിക്കാനുള്ള ഗോവർദ്ധൻ പ്ലാന്റ് ആയാലും സ്വച്ഛ് ഭാരത് മിഷനെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഹാരാഷ്ട്ര, ഡൽഹി, കർണാടക, ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമാണ് ഏറ്റവും പുതിയ സംരംഭം. രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ ജലക്ഷാമമുള്ള സംസ്ഥാനങ്ങൾക്കും ഇത് ഗുണം ചെയ്യും. വെള്ളത്തിലും മലിനജല ശുദ്ധീകരണത്തിലും വിദഗ്ധരായ നിരവധി കമ്പനികൾ ഈ ദൗത്യത്തിൽ നിന്ന് പ്രയോജനം നേടാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ ഈ പദ്ധതികളിൽ നിന്നും പരമാവധി പ്രയോജനം നേടാൻ സാധ്യതയുള്ള മികച്ച കമ്പനികളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ കമ്പനി വാട്ടക് വാബാഗ് ലിമിറ്റഡ് ആണ്. വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷനുകൾ നൽകുന്നതിൽ ആഗോളതലത്തിൽ തന്നെ മുൻനിരയിലുള്ള ഒരു കമ്പനിയാണ് വാട്ടക് വാബാഗ്. ഡീസാലിനേഷൻ, മലിനജല സംസ്കരണം, ജല പുനരുപയോഗ പ്ലാന്റുകൾ എന്നിവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും മുതൽ വലിയ തോതിലുള്ള വ്യാവസായിക മുനിസിപ്പൽ പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നതുവരെ ഒരു വാട്ടർ സൈക്കിൾ പ്രക്രിയയിൽ മുഴുവനായും ഈ കമ്പനി പ്രവർത്തിക്കുന്നു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്വകാര്യ വാട്ടർ ഓപ്പറേറ്റർ, UK-യിലെ ഗ്ലോബൽ വാട്ടർ ഇന്റലിജൻസിന്റെ മികച്ച 5 ആഗോള ഡീസാലിനേഷൻ കമ്പനികളിൽ ഒന്നുമാണ് വാട്ടക് വാബാഗ് ലിമിറ്റഡ്. ഡൽഹി ജൽ ബോർഡ്, റിലയൻസ്, ONGC, പെട്രോണാസ്, ഇന്ത്യൻ ഓയിൽ, NMDC എന്നിവയാണ് കമ്പനിയുടെ ചില പ്രധാന ക്ലയന്റുകൾ. കമ്പനിയുടെ ഏറ്റവും പുതിയ ഓർഡർ ബുക്ക് മൂല്യം ഏകദേശം 11,400 കോടി രൂപയാണ്. ഇതിൽ പ്രധാനമായും അന്തർദേശീയ ഡീസാലിനേഷൻ പദ്ധതികൾ, മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെന്റ് കരാറുകൾ, വ്യാവസായിക മലിനജല മാനേജ്മെന്റ് എന്നിവ ഉൾപ്പെടുന്നു. 2025 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ വാട്ടക് വാബാഗ് 700 കോടി വരുമാനം റിപ്പോർട്ട് ചെയ്തു. ഒരു വർഷം മുൻപ് ഇതേ കാലയളവിൽ ഇത് 665 കോടി രൂപയായിരുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ വാട്ടക്കിന്റെ പ്രവർത്തന ലാഭം പ്രതിവർഷം 25 മുതൽ 30% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മേഖലയിലെ വളർച്ചാ സാധ്യതയും ഉയർന്ന മാർജിൻ സെഗ്മെന്റുകളിലുള്ള അതിന്റെ ആഗോള ബിസിനസ്സിൽ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഇതിന് സഹായകമാകും. ഗവൺമെന്റിന്റെ മിഷൻ അമൃത്, നമാമി ഗംഗെ സംരംഭങ്ങൾ മുതലെടുക്കുന്നതിൽ കമ്പനിക്ക് മികച്ച സ്ഥാനമുണ്ട്. വാട്ടക് വാബാഗ് മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രൊജക്റ്റുകൾക്കായുള്ള കരാറുകൾ നേടുന്നതിലും ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും അതിന്റെ അന്താരാഷ്ട്ര പ്രാതിനിധ്യം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 11,258 കോടിയാണ്. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വിലയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 1,812 രൂപ 75 പൈസ വിലയുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 1,944 രൂപയും താഴ്ന്ന വില 575 രൂപയ്ക്കടുത്തുമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ 987% എന്ന മികച്ച റിട്ടേണാണ് ഈ സ്റ്റോക്ക് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിലും ഇതേ പ്രകടനം ആവർത്തിച്ച വാട്ടക് വാബാഗ് 175% റിട്ടേണാണ് നിക്ഷേപകർക്ക് സമ്മാനിച്ചത്. കുറഞ്ഞ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്, മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത്, അത്ര മികച്ചതല്ലാത്ത റിട്ടേൺ ഓൺ ഇക്വിറ്റി, ലാഭം വർദ്ധിക്കുമ്പോഴും ഡിവിഡൻഡ് പ്രഖ്യാപിക്കാത്തത് തുടങ്ങിയവയാണ് ഈ കമ്പനിയുടെ പോരായ്മകൾ. ഇതിനിടെ സെപ്റ്റംബർ 6-ന് സൗദി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കമ്പനി നേടിയ സൗദി അറേബ്യയുടെ 300 MLD മെഗാ കടൽജല ഡീസാലിനേഷൻ പ്ലാന്റിന്റെ ടെൻഡർ ആഭ്യന്തര ഭരണപരമായ നടപടിക്രമങ്ങൾ കാരണം റദ്ദാക്കിയതായി സൗദി അറേബ്യ അറിയിച്ചു. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഡിസംബർ 18-ന് രാവിലത്തെ ട്രേഡിംഗ് സെഷനിൽ വാട്ടക് വാബാഗിന്റെ ഓഹരികൾ 16%-ലധികം ഇടിഞ്ഞിരുന്നു. ഏകദേശം 2,700 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് നഷ്ടമായിരിക്കുന്നത്. എന്നിരുന്നാലും ദീർഘകാല നിക്ഷേപകർക്ക് ഇതൊരവസരമായി കണക്കാക്കാം. കാരണം
ഓഹരി ഇപ്പോൾ ന്യായമായ മൂല്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാം. രണ്ടാമത്തെ കമ്പനി ഈ അടുത്തായി ലിസ്റ്റ് ചെയ്യപ്പെട്ട എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് 2009 സ്ഥാപിതമായതും ജലത്തിൻ്റെയും മലിനജല സംസ്കരണ പ്ലാന്റുകളുടെയും സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള ജലവിതരണ പദ്ധതികളുടെയും രൂപകൽപ്പന, നിർമ്മാണം, നടത്തിപ്പ്, അറ്റകുറ്റപ്പണികൾ എന്നിവയിൽ വ്യാപൃതരാണ്. EPC അഥവാ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ, HAM അഥവാ ഹൈബ്രിഡ് ആന്വിറ്റി മോഡൽ എന്നീ കരാറുകളിലൂടെയാണ് കമ്പനി പ്രാഥമികമായി പ്രവർത്തിക്കുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവയുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ അതിൻ്റെ ചില പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2024 ജൂൺ 30 വരെ കമ്പനി 28 മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളും ജലവിതരണ ശുചിത്വ പദ്ധതികളും വിജയകരമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് പ്രധാനമായും സർക്കാർ പദ്ധതികളിൽ നിന്നാണ് വരുമാനം കണ്ടെത്തുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സിന്റെ വിൽപ്പന 46.4% എന്ന ശക്തമായ സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. ശക്തമായ ഓർഡർ ബുക്കും ഓർഡറുകൾ സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്തതുമൂലമാണ് CAGR നിരക്കിലെ ഈ മികച്ച വളർച്ചയ്ക്ക് കാരണമായത്. മാത്രമല്ല, കമ്പനിക്ക് അതിൻ്റെ ക്ലയന്റുകളുമായും വിതരണക്കാരുമായും ദീർഘകാലവും ആരോഗ്യകരവുമായ ബന്ധവുമുണ്ട്. ഇത് ആവർത്തിച്ചുള്ള ഓർഡറുകൾ ലഭിക്കുന്നത് എളുപ്പമാക്കുന്നു. ഈ കഴിഞ്ഞ നവംബർ 29 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഓഹരി വെള്ളിയാഴ്ച 9% കൂടുതൽ കുതിച്ചുയർന്ന് 294 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സിന്റെ കൂടുതൽ ഡാറ്റകൾ ലഭ്യമല്ലെങ്കിലും നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയുടെ വിപണി മൂല്യം 5172 കോടി രൂപയാണ്. ഓഹരി വിപണിയിലെ എയ്സ് ഇൻവെസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന മുകുൾ അഗർവാൾ, സുനിൽ സിംഘാനിയ തുടങ്ങിയ വമ്പൻ നിക്ഷേപകർ അടുത്തിടെ ലിസ്റ്റ് ചെയ്ത ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് ചില മികച്ച ഫണ്ടുകളായ ക്വാൺ മ്യൂച്വൽ ഫണ്ട്, മോട്ടിലാൽ ഒസ്വാൾ മൾട്ടി ക്യാപ് ഫണ്ട്, സിംഗുലാരിറ്റി ഇക്വിറ്റി ഫണ്ട്, നുവാമ മൾട്ടി അസറ്റ്, LIC മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവയും ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവയാണ്. ഈ സെക്ടറിൽ വരുന്ന മൂന്നാമത്തെ സ്റ്റോക്ക് അയോൺ എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ജലശുദ്ധീകരണം, പുനരുപയോഗം, മലിനജല സംസ്കരണം എന്നിവയ്ക്കായി സമഗ്രമായ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രമുഖ ജലശുദ്ധീകരണ കമ്പനിയാണ് അയോൺ എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡ്. മുനിസിപ്പൽ, ഇൻഡസ്ട്രിയൽ, റെസിഡൻഷ്യൽ, വാട്ടർ മാനേജ്മെന്റ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ കമ്പനി സേവനം നൽകുന്നു. 2024 ജൂണിലെ കണക്ക് പ്രകാരം കമ്പനിയുടെ മൊത്തം ഓർഡർ ബുക്ക് 3394 കോടി രൂപയാണ്. 2025 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ കമ്പനി 644 കോടി വരുമാനം നേടി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 533 കോടി രൂപയായിരുന്നു. കൂടാതെ 2024 മാർച്ചിൽ സൗദി അറേബ്യയിൽ ഒരു ജലശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഏകദേശം 1.2 ബില്യൺ രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഖനന കമ്പനികളിലൊന്നായ മാഡൻ ജലശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി അയോൺ എക്സ്ചേഞ്ചിന് ഒരു അന്താരാഷ്ട്ര കരാർ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ഡീമിനറലൈസേഷൻ പ്ലാന്റും ഉൾപ്പെടുന്നു. സ്വീകാര്യതാ കത്ത് ലഭിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കും. മുന്നോട്ടു പോകുമ്പോൾ കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ പുതിയ ഭൂമിശാസ്ത്ര തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും വരുമാനവും ലാഭവും വർദ്ധിപ്പിക്കുന്നതിന് പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും പദ്ധതിയിടുന്നു. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 10,221 കോടി രൂപയാണ്. ഇപ്പോൾ 696 രൂപ 70 പൈസയിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 768 രൂപ 40 പൈസയും താഴ്ന്ന വില 407 രൂപയ്ക്കടുത്തുമാണ്. നാലാമത്തെ ഓഹരി തെർമാക്സ് ലിമിറ്റഡ് ആണ്. ബോയിലറുകൾ, ജലശുദ്ധീകരണ സംവിധാനങ്ങൾ, പാരിസ്ഥിതിക പരിഹാരങ്ങൾ എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ ഒരു പ്രമുഖ ഊർജ പരിസ്ഥിതി പരിഹാരദാതാവാണ് തെർമാക്സ് ലിമിറ്റഡ്. പവർ, ഓയിൽ ആൻഡ് ഗ്യാസ്, കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വ്യവസായങ്ങളിലുടനീളം ജലശുദ്ധീകരണത്തിനും പുനരുപയോഗത്തിനും ഊർജ സംരക്ഷണത്തിനും മലിനീകരണ നിയന്ത്രണത്തിനുമുള്ള സംയോജിത പരിഹാരങ്ങൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. കമ്പനിയുടെ ഏറ്റവും പുതിയ ഓർഡർ ബുക്ക് മൂല്യം
3866 കോടി രൂപയാണ്. ഇത് പ്രധാനമായും ജലശുദ്ധീകരണം, ഊർജ സംരക്ഷണം, എമിഷൻ കൺട്രോൾ സിസ്റ്റം എന്നീ പദ്ധതികൾ ഉൾപ്പെടുന്നതാണ്. ജലശുദ്ധീകരണത്തിലെ അതിന്റെ പങ്കിന് അനുസൃതമായി തെർമാക്സ് പൂനെയിൽ ജലമലിനജല സംസ്കരണ പരിഹാരങ്ങൾക്കായുള്ള ആദ്യത്തെ നിർമ്മാണ കേന്ദ്രം തുറന്നു. സർക്കാർ മുനിസിപ്പൽ പദ്ധതികളെക്കാൾ വാണിജ്യ വ്യാവസായിക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മലിനജല പരിഹാര ബിസിനസ്സിൽ 10 ബില്യൺ കവിയുന്ന ഓർഡർ ബുക്ക് നേടാൻ കമ്പനി ലക്ഷ്യമിടുന്നു. തെർമാക്സിന്റെ വാട്ടർ ആൻഡ് വേസ്റ്റ് സൊല്യൂഷൻസ് ബിസിനസ് ഗണ്യമായ വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 3 ഇരട്ടിയായി വർദ്ധിക്കുകയും നിലവിൽ 20 മുതൽ 30% വാർഷിക നിരക്കിൽ വികസിക്കുകയും ചെയ്തു. കമ്പനിയുടെ വാട്ടർ ബിസിനസ് 4 പതിറ്റാണ്ടുകളായി സ്ഥാപിതമായിട്ടുണ്ടെങ്കിലും സമീപ വർഷങ്ങളിൽ മാത്രമാണ് ഇതിന് ഗണ്യമായ വേഗത കൈവരിക്കാനായത്. ജലം പുനരുപയോഗം ചെയ്യുന്നതിനും മലിനജലം സംസ്കരിക്കുന്നതിനും തെർമാക്സ് വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങളെ സഹായിക്കുന്നു. കൂടാതെ ശുദ്ധജല ഉപഭോഗം കുറയ്ക്കുന്നതിനും ജലം സംരക്ഷിക്കുന്നതിനുമായി കമ്പനി കടൽജല ഡീസാലിനേഷൻ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. റിവേഴ്സ് ഓസ്മോസിസ്, മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മലിനജല പുനരുപയോഗ സംവിധാനങ്ങൾ, സീറോ ലിക്വിഡ് ഡിസ്ചാർജ് സൊല്യൂഷനുകൾ എന്നിവ തെർമാക്സിന്റെ മലിനജല പരിഹാര ബിസിനസിന്റെ വിപുലീകരണത്തിൽ ഇപ്പോൾ ഉൾപ്പെടുന്നു. 2 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പുതിയ ഫെസിലിറ്റി സോഫ്റ്റ്നർ, ഫിൽട്ടർ പാത്രങ്ങൾ, ട്യൂബുലാർ മെംബ്രൺ മോഡ്യൂളുകൾ, കപ്പാസിറ്റീവ് ഡിയോണൈസേഷൻ സൊല്യൂഷനുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഈ പുതിയ സാങ്കേതിക വിദ്യകളെ പിന്തുണയ്ക്കും. തെർമാക്സിന്റെ നിലവിലെ വിപണി മൂല്യം 57,175 കോടിയാണ്. ഇപ്പോൾ 4,791 രൂപ വിലയുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 5,840 രൂപയും താഴ്ന്ന വില 2,823 രൂപയുമാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ 356% റിട്ടേൺ കൊടുത്തിട്ടുള്ള തെർമാക്സ് കഴിഞ്ഞ ഒരു വർഷത്തിൽ 70% ലാഭമാണ് കൊടുത്തിട്ടുള്ളത്. 5ാമത്തെ സ്റ്റോക്ക് ഇന്ത്യയിലെ മുൻനിര എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒന്നായ കൽപ്പതരു പ്രൊജക്ട്സ് ആണ്. മുൻപ് കൽപ്പതരു പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കമ്പനി പവർ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റെയിൽവേ, ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈനുകൾ, വാട്ടർ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള നഗര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു. പവർ ട്രാൻസ്മിഷൻ, വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ, പൈപ്പ് ലൈൻ നെറ്റ്വർക്കുകൾ എന്നിവയിലുടനീളമുള്ള വിപുലമായ പദ്ധതികൾ ഉൾപ്പെടെ 9,800 കോടി രൂപയാണ് കമ്പനിയുടെ ഏറ്റവും പുതിയ ഓർഡർ ബുക്ക് മൂല്യം. 2024 സാമ്പത്തിക വർഷത്തിൽ കൽപ്പതരു പ്രൊജക്ട്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് അതിന്റെ എക്കാലത്തെയും ഉയർന്ന ഏകീകൃത വരുമാനമായ 196.3 ബില്യൺ രൂപയും പ്രവർത്തന ലാഭം 16.3 ബില്യൺ രൂപയും നേടി. വർഷത്തിലെ അറ്റ വരുമാനം 18.6% വർദ്ധിച്ചു. കമ്പനി അതിന്റെ വരുമാനത്തിന്റെ 39.9% സമ്പാദിക്കുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിൽ നിന്നാണ്. മിഷൻ അമൃതിന് കീഴിൽ നഗരജല പരിപാലനത്തിന് സർക്കാർ ഊന്നൽ നൽകുന്നതോടെ കൽപ്പതരു പ്രൊജക്ട്സ് കൂടുതൽ ജലപദ്ധതികൾ ഉറപ്പാക്കാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ നികുതിക്ക് മുൻപുള്ള പ്രോഫിറ്റ് മാർജിനുകൾ 5%വും 20%-ലധികം വരുമാന വളർച്ചയുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 21,154 കോടിയാണ്. ഇപ്പോൾ 1,304 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 1,449 രൂപയും താഴ്ന്ന വില 627 രൂപയുമാണ്. ഈ 5 സ്റ്റോക്കുകൾ കൂടാതെ ഈ മേഖലയിൽ നിന്നും ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ വെൽസ്പൺ എന്റർപ്രൈസസ്, ശക്തി പമ്പ്സ്, VPRPL, WPIL ലിമിറ്റഡ്, EMS ലിമിറ്റഡ്, ജാഷ് എഞ്ചിനീയറിംഗ്, സിക്കാജൻ ഇന്ത്യ ലിമിറ്റഡ് എന്നിവയാണ്. നഗര ശുചിത്വവും ജലപരിപാലനവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് മിഷൻ അമൃത്. ഈ സംരംഭം വികസിക്കുമ്പോൾ നിക്ഷേപകർക്ക്, പ്രത്യേകിച്ച് മുകളിൽ സൂചിപ്പിച്ച കമ്പനികളിൽ ഇത് ഗണ്യമായ അവസരങ്ങൾ തുറക്കുന്നു. മലിനജല ശുദ്ധീകരണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ കരാറുകളിലെ കുതിച്ചുചാട്ടത്തിൽ നിന്ന് ഈ സ്ഥാപനങ്ങൾ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. വലിയ തോതിലുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കുന്നതിന് ഈ കമ്പനികൾ അവരുടെ ശക്തമായ ഓർഡർ ബുക്കുകളും വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്തുന്നതിനാൽ നിക്ഷേപകർക്ക് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഓഹരികളുടെ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി കമ്പനികളുടെ മാനേജ്മെന്റ്,
കഴിഞ്ഞ വർഷങ്ങളിലെ സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, ക്യാഷ് ഫ്ലോ, ഡെറ്റ് ഇക്വിറ്റി, ROE, ROCE, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ തുടങ്ങിയ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പരിശോധിച്ച് 2-3 സ്റ്റോക്കുകൾ ഈ സെക്ടറിൽ നിന്നും കണ്ടുവയ്ക്കുന്നത് നല്ലതാണ് എന്നാണ് അഭിപ്രായം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, കമൻ്റ് ഇടുന്നവർ സഭ്യത നിലനിർത്തി കമൻറ്റുകൾ ഇടുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇത് പറയാൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ചിലർ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇക്കൂട്ടർ സ്വയം പരിഹാസ്യരാവുന്നു എന്നതാണ് ഖേദകരം. മറ്റൊന്ന്, ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു ടീമാണ് എന്നതിനാൽ തന്നെ മറുപടിയും ചിലപ്പോൾ കടുത്തതായിരിക്കും എന്നുകൂടി അറിയിക്കട്ടെ. എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെടുമ്പോൾ വീഡിയോ കണ്ട് കമൻ്റ് ഇട്ട് പോകുന്നവരാണ് ഇക്കൂട്ടർ എന്ന് മനസ്സിലാക്കുന്നു. ഈ ചാനലിന് എല്ലാ പിന്തുണയും തന്ന് കൂടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹം. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.